ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഉസ്താദ്മാരെ, നമ്മളെ ഐ ഡി കാർഡേ MSRൻ്റെ ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാമെന്ന് പലരും പി എമ്മിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ ഡി കാർഡ് PDF എങ്ങനെ ആക്കാമെന്ന്. ഐ ഡി കാർഡ് എടുക്കുക എങ്ങനെയാണെന്നല്ല, അതെങ്ങനെ PDF ആക്കുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ PDF ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ ഗൂഗിളിൽ പോവുക, സമസ്ത ഇൻഫോ എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ സമസ്ത ഓൺലൈൻ എന്ന് വരും, അതിലടിച്ചു കൊടുക്കുക. അതിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ MSR എന്ന് എഴുതിയിട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്തത് വേണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുക, നമുക്ക് ആൾറെഡി സേവ് ചെയ്ത് വെക്കാം. എന്നാൽ എപ്പോഴും പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൽ സേവ് ചെയ്തിരിക്കണം. എൻ്റെ MSR ഞാൻ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ MSR ഓപ്പണായി. ഇനി ഇവിടെ കാണാം ഐ ഡി കാർഡ് എന്നാണ്. ഇവിടെ ഐ ഡി കാർഡ് അതിൽ പോവുക. അതിൽ പോയാൽ ഇങ്ങനെ ഡൗൺലോഡ് എന്ന് കാണാം. ഞാൻ ഒരിക്കൽ ചെയ്തത് കൊണ്ടാണ് രണ്ടാമതും ഡൗൺലോഡ് എഗെയിൻ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഡൗൺലോഡ് എന്ന് കാണും. അപ്പോൾ അതാ സാധനം എന്തായി, ഡൗൺലോഡായി. ഇനി ഇതെവിടെ കാണുക, നേരെ ബാക്ക് പോവുക, ഇതൊക്കെ ഒഴിവാക്കുക, നേരെ പോവുക, നമ്മളെ ഫോണിൻ്റെ ഫയൽ എടുക്കുക, മൈ ഫയൽ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ ചിലർ ഗാലറി എന്നൊക്കെ കാണാം, പല കോലത്തിലും വരും. മൈ ഫയൽ എന്ന് എടുക്കുക. അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ, ഇതാ കിടക്കുന്ന സാധനം. അപ്പോൾ ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് PDF ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതിന്മേൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ കാണുന്ന എടുത്ത ഐ ഡി കാർഡ് കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ, അതിന്മേൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് സെലക്റ്റായി. സെലക്ട് ആയാൽ അതിൻ്റെ അടിയിൽ നേരെ ഇവിടെ പോയാൽ ഷെയർ എന്ന് കാണാം. ഷെയർ എന്ന് കാണാം. ഈ ഷെയർ എന്നതിൽ നേരെ വാട്സപ്പ് പോവുക. ആർക്കാണോ നമ്മൾ അയക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ആ ആളെ പേരെടുക്കുക, നേരെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് സെൻഡായി. ഇപ്പം എന്തായി, ഈ MSR PDF ആയിട്ട് എന്തായി, ആ ആൾക്ക് സെൻഡായിപ്പോയി. ഇങ്ങനെയാണ് PDF ആക്കൽ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.